സൈൻ സൊസൈറ്റിയുടെ ഗൃഹോപകരണ ഉത്സവ് പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഗുണഭോക്താക്കൾക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതിലേക്കായി നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ക്രോം ബ്രൗസർ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ആപ്പ് സെർച്ചിൽ ചെന്നിട്ട് ക്രോം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ക്രോം ഡിഫോൾട്ടായിട്ട് അതിൽ ഉണ്ടാകുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് store.signkerala.com ഈ URL ആണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വി-ഗാർഡിൻ്റെ ഒരു ജ്യൂസർ മിക്സർ ഗ്രൈൻഡറാണ്. ഞാനതിനെ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ പർച്ചേസ് വിൻഡോയിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒന്നിലധികം പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ കാണുന്ന വ്യൂ കാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതാണ്. വി-ഗാർഡിൻ്റെ ജ്യൂസർ മിക്സർ ഗ്രൈൻഡറും BLDC സീലിംഗ് ഫാനും നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ താഴെ കാർട്ടിൻ്റെ ടോട്ടൽ വാല്യൂ കാണിക്കുന്നതായിരിക്കും 4650 രൂപ. ദെൻ പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്കൗട്ട് പേജിൽ എത്തുന്നതാണ്. ചെക്കൗട്ട് പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ മറക്കാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഈ ഫോൺ നമ്പറിലേക്കായിരിക്കും സൈനിൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇമെയിൽ, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം എമൗണ്ട് താഴെ കാണിക്കുന്നതാണ്. അതിനുശേഷം ഐ ഹാവ് റീഡ് ദ എഗ്രിമെൻറ്റ് ടു ദ വെബ്സൈറ്റ് എന്നുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ സ്ക്രീനിൽ എത്തുന്നതാണ്. നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയതായിട്ടും ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അക്കൗണ്ട് 1, അക്കൗണ്ട് 2. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ അക്കൗണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഓർഡർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. SG000623 ആണ് എൻ്റെ ഓർഡർ നമ്പർ. ഞാൻ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 4650 രൂപയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ആമസോൺ പേ ഇങ്ങനെയുള്ള ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്പ് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഗൂഗിൾ പേയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ പേയോ പേടിഎമ്മോ പോലെയുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക.